ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഓൾഡ് മാൻ ഡിവൈഡഡ് ഹിസ് വെൽത്ത് ഡാഷ് ഹിസ് 4 ചിൽഡ്രൻ. ദ ഓൾഡ് മാൻ ഡിവൈഡഡ് ഹിസ് വെൽത്ത് ഡാഷ് ഹിസ് 4 ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ അയാളുടെ സമ്പത്ത് 4 മക്കൾക്കായി വീതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 4 മക്കൾക്കിടയിൽ വീതിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ബിറ്റ്വീൻ, എമംഗ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 സബ്ജക്റ്റുകൾക്കിടയിൽ കാര്യം നടന്നാലാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന് ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ 4 മക്കൾ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ എമംഗ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് ദ ഓൾഡ് മാൻ ഡിവൈഡഡ് ഹിസ് വെൽത്ത് എമംഗ് ഹിസ് 4 ചിൽഡ്രൻ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ബി ഓപ്ഷനാണ് ശരി. അടുത്ത ചോദ്യം, ഹാഫ് ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് നോട്ട് റിട്ടേൺഡ് യെറ്റ്. ഈ സെൻറ്റൻസിൽ ഹാഫ് ഓഫ് എന്ന ഒരു പദത്തിൻ്റെ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഹാഫ് ഓഫ് ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് ഒരു കൗണ്ടബിൾ നൗൺ വന്നാൽ നമ്മൾ അടുത്ത് എഴുതേണ്ടുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. എന്നാൽ അത് അൺകൗണ്ടബിൾ ആണ് എങ്കിൽ നമ്മൾ അടുത്ത് എഴുതേണ്ടുന്നത് സിംഗുലർ ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഹാഫ് ഓഫിന് ശേഷം ഒരു കൗണ്ടബിൾ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഹാഫ് ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ എഴുതുന്നത് സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ ഫ്രണ്ട്സ് എന്നത് പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷനായിട്ടുള്ള ഹാവ് അവിടെ ശരിയുത്തരമായിട്ട് തിരഞ്ഞെടുക്കാം. അടുത്ത ചോദ്യം, ഹി വാണ്ടഡ് ടു ബൈ ഡാഷ് ഗിഫ്റ്റ് ഫോർ ഹിസ് വൈഫ്. ഹി വാണ്ടഡ് ടു ബൈ ഡാഷ് ഗിഫ്റ്റ് ഫോർ ഹിസ് വൈഫ്. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗിഫ്റ്റ് എന്നുള്ളതാണ് പദം, അതിനു മുമ്പിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഗിഫ്റ്റ് എന്ന പദം നേരത്തെ മുന്നേ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ദ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ എയോ ആനോ ആണ് നമുക്ക് വരേണ്ടുന്നത്. ഇവിടെ ഗിഫ്റ്റ് എന്നതിൻ്റെ ആദ്യത്തെ ശബ്ദം ഒരു കോൺസണന്റ് ശബ്ദം ആയതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഹി വാണ്ടഡ് ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഹിസ് വൈഫ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ മാൻ ഹാസ് ബോട്ട് എ ന്യൂ കാർ. അപ്പോൾ ഇതിലെ പാസീവ് എഴുതാനാണ് പറയുന്നത്. സെൻറ്റൻസ് ഇങ്ങനെയാണ്, ദ മാൻ ഹാസ് ബോട്ട് എ ന്യൂ കാർ. അപ്പോൾ എപ്പോഴും പാസീവ് എഴുതുമ്പോൾ നമ്മൾ ഓബ്ജക്റ്റിലാണ് തുടങ്ങുക. 4 ഓപ്ഷനുകളും ഓബ്ജക്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്. എ ന്യൂ കാർ എന്നതാണ് ഓബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഇവിടെ വെർബ് ഹാസ് ബോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഒരു വെർബാണ് തന്നിരിക്കുക. അത്തരത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരു വെർബ് തന്നിരുന്നാൽ ആ പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഓക്സിലറിയും അതിനോടൊപ്പം ബീനും ചേർത്ത് വെർബിൻ്റെ 3ാമത്തെ രൂപം എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് എഴുതുമ്പോൾ ആ ഓക്സിലറി വെർബും പ്ലസ് ബീൻ, അതായത് ബീൻ ചേർത്തതിന് ശേഷം മാത്രം വെർബിൻ്റെ 3ാമത്തെ രൂപം എഴുതുക. അതുകൊണ്ട് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ശരി ഉത്തരം ഡി ഓപ്ഷനാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ന്യൂ കാർ ഹാസ് ബീൻ ബോട്ട് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മുംബൈ ഈസ് വൺ ഓഫ് ഡാഷ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇവിടെ മുംബൈ ഇന്ത്യയിലെ ഒരു വലിയ സിറ്റി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്ന സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൺ ഓഫിന് ശേഷം വരുന്ന അഡ്ജക്റ്റീവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. ഇവിടെ വൺ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു കമ്പാരിറ്റീവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് ചേർന്നിട്ടുള്ള അഡ്ജക്റ്റീവാണ് എഴുതേണ്ടുന്നത്. കൂടാതെ എപ്പോഴും മോസ്റ്റ് ചേർന്ന അഡ്ജക്റ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ എഴുതുമ്പോൾ അതിനു മുമ്പിൽ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തീർച്ചയായും ചേർത്തിരിക്കണം. അതുകൊണ്ട് ഡി ഓപ്ഷനായിട്ടുള്ള ദ ലാർജസ്റ്റ് ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഐ സോ എ മാൻ സ്റ്റീൽ ഫ്രം എ ഷോപ്പ് വൈൽ ഐ ഡാഷ് ഫ്രം മൈ ഓഫീസ്. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരാൾ കടയിൽ നിന്ന് മോഷ്ടിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗം ഒരു പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുക. അപ്പോൾ 2ാമത്തെ ഭാഗം, അതായത് സബ്ജക്റ്റിന് ശേഷമുള്ള വെർബ് വരുന്ന ഭാഗം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ഭാഗം പാസ്റ്റ് ടെൻസിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2ാമത്തെ ഭാഗവും പാസ്റ്റ് ടെൻസിൽ മാത്രമേ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ സി ഓപ്ഷനായിട്ടുള്ള വാസ് റിട്ടേണിംഗ് മാത്രമേ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യത്തെ ഭാഗം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് 2ാമത്തെ ഭാഗവും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടുന്നത്. അതുകൊണ്ട് സി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം,
ഇഫ് ഇറ്റ് ഹാപ്പൻഡ് ഐ ഡാഷ്. അപ്പോൾ ഇതൊരു ഇഫ് ക്ലോസ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 ഓപ്ഷനുകൾ വിൽ നോ, വിൽ ഹാവ് നോൺ, വുഡ് നോ, വുഡ് ഹാവ് നോൺ എന്നിങ്ങനെയാണ് തന്നിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഭാഗം, അതായത് ഇഫ് ക്ലോസ് ഏത് ടെൻസിലാണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഭാഗം ശരിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹാപ്പൻഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസിലെ വെർബ്, അതായത് സിമ്പിൾ പാസ്റ്റിലെ വെർബാണ് തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗവും ഫ്യൂച്ചറിൻ്റെ പാസ്റ്റിലുള്ള ഒരു ഓക്സിലറി വേണം എഴുതാൻ. ഇവിടെ വിൽ എന്നതാണ് ഫ്യൂച്ചറിലെ ഓക്സിലറി തന്നിരിക്കുക, അതിൻ്റെ പാസ്റ്റ് വുഡ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോസിൽ, അതായത് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഫ്യൂച്ചർ സിമ്പിൾ തന്നെ എഴുതണം, അതായത് മോഡൽ ഓക്സിലറിയും വെർബിൻ്റെ ഒന്നാമത്തെ രൂപവും. അതുകൊണ്ട് സി ഓപ്ഷനായിട്ടുള്ള വുഡ് നോ നമുക്ക് ശരി ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ എറർ പാർട്ട്. തെറ്റുള്ള ഭാഗം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി ദ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇതിനെ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഹീ ടോൾഡ് മീ എന്ന് തന്നിട്ടുണ്ട്, അതായത് പാസ്റ്റ് ടെൻസിലെ വെർബ് തന്നിട്ടുണ്ട്. ഇത് റിപ്പോർട്ടിംഗ് വാചകമായതുകൊണ്ട് തന്നെ ആദ്യം ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് തന്നിരിക്കുന്നത്, അതേ ടെൻസിൽ തന്നെ രണ്ടാമത്തെ ഭാഗവും എഴുതുക. അപ്പോൾ ഇവിടെ ആദ്യം പാസ്റ്റ് ടെൻസിൽ തന്നിട്ടുണ്ട്, എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഹീ ഈസ് എന്ന പ്രസന്റ് ടെൻസാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗമാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഈസ് വരില്ല, വാസ് ആണ് വരേണ്ടിയിരുന്നത്. കാരണം ആദ്യത്തെ ഭാഗം പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗവും പാസ്റ്റിൽ തന്നെ എഴുതണം. അപ്പോൾ ബി ഭാഗമാണ് ഇതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് തെറ്റുള്ളത്. അടുത്ത ചോദ്യം, ഹീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് എവരിവൺ ലവ്സ് ഹിം. അപ്പോൾ ഇത് ഏത് തരം സെൻറ്റൻസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുക. ഹീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് എവരിവൺ ലവ്സ് ഹിം. ശ്രദ്ധിക്കുക, ഇവിടെ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് 2 സെൻറ്റൻസുകൾ തന്നിരിക്കുകയാണ്. ഹീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് എന്നും എവരിവൺ ലവ്സ് ഹിം എന്നുള്ള 2 സെൻറ്റൻസുകൾ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 സെൻറ്റൻസുകൾ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 സെൻറ്റൻസുകൾ ചേർത്ത് തന്നിരിക്കുന്നവയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുക. അതുകൊണ്ട് ഇത് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, യു ഡാഷ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നെക്സ്റ്റ് മന്ത്. യു ഡാഷ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നെക്സ്റ്റ് മന്ത്. ഓപ്ഷൻസ് വുഡ്, വുഡ് ഹാവ്, വിൽ ബി, മസ്റ്റ് ഹാവ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കാം. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻറ്റൻസിൽ ബൈ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പദം നമുക്ക് തന്നിട്ടുണ്ട്. ബൈ നെക്സ്റ്റ് മന്ത് ഉപയോഗിക്കുന്നത് എപ്പോഴും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ്. ശ്രദ്ധിക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബൈ നെക്സ്റ്റ് മന്ത്. അതായത് മോഡൽ ഓക്സിലറിയും ഹാവും വെർബിൻ്റെ 3ാമത്തെ രൂപം. ഇവിടെ സെൻറ്റൻസിൽ വെർബിൻ്റെ 3ാമത്തെ രൂപം ഫിനിഷ്ഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മോഡൽ ഓക്സിലറിയും ഹാവും എടുക്കുക. ഇവിടെ 2 ഓപ്ഷനുകളാണ് ഉള്ളത്, വുഡ് ഹാവും മസ്റ്റ് ഹാവും. ഇത് അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അതായത് ഫ്യൂച്ചറിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വുഡ് എന്ന് പറയുന്നത് വില്ലിൻ്റെ പാസ്റ്റ് ആണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഡി ഓപ്ഷനായിട്ടുള്ള മസ്റ്റ് ഹാവ് ആണ് ഈ സെൻറ്റൻസിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. യു മസ്റ്റ് ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നെക്സ്റ്റ് മന്ത് എന്നതാണ് ശരിയായ ഉത്തരം.